നമ്മള് വണ്ടർലയിൽ എത്തിയിരിക്കുകയാണ്. അതെ, പുറകിൽ വണ്ടർല കാണാം. വണ്ടർലയിൽ വരാൻ വേണ്ടിട്ട് നമ്മള് വണ്ടർലയുടെ ഗേറ്റിന്റെ അവിടം വരെ ഓട്ടോയ്ക്കായിരുന്നു വന്നത്. അവിടുന്ന് പിന്നെ ഇവരുടെ ബസ്സുണ്ട്, ഇങ്ങോട്ട് അകത്തേക്ക് വരാനായിട്ട് ബസ്സുണ്ട്. അവര് പിക്ക് ചെയ്യുകയും ഡ്രോപ്പ് ഓഫ് ചെയ്യുകയും ചെയ്യും നമ്മളെ. വണ്ടർലയിൽ അകത്ത് കയറിയിട്ട് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നൈലോൺ മെറ്റീരിയലുള്ള ഡ്രസ്സായിരിക്കണം നമ്മൾ ഇട്ടിട്ടുണ്ടാവേണ്ടത്. പാൻറ്റും ബനിയനും ഇട്ടിട്ടുണ്ടാവണം. അവിടെ പുറത്തുനിന്ന് എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുറേ ഷോപ്പുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് ഇവിടെ ഉള്ളിൽ കയറുന്നതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് അവിടുന്ന് കിട്ടും. കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അകത്തേക്ക് കയറിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ എല്ലാത്തിനും കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാം അവൈലബിൾ ആണ് ഉള്ളിലും. ബാ മറ്റേ പേർക്കൊരു ടൈറ്റാണ്. നെത്തിയല്ല അതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. കറക്കി പൊരിച്ച് താഴെ കറക്കുന്നുണ്ട് ഇപ്പോ. നിത്യ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. പക്ഷെ കാല് കൈയൊക്കെ വിട്ടുപോകുമ്പോ ഒരു ചെറിയ പേടി, താഴെ വീഴുമല്ലോ. ഏതെങ്കിലും പറയാം ഇതിപ്പോ കഴിഞ്ഞപ്പോഴേ ഇനി വീണ്ടും ഉണ്ടെന്നോർത്ത് പറയാം, ഇത് കഴിഞ്ഞോ, ഞാനല്ലേ ഒട്ടും റെഡിയല്ലേ ഇനിയത്തേന്ന്. നമ്മള് ആകാശത്തോട്ടിലേക്ക് കയറാൻ പോവാണേ. സ്കൈവിയിൽ കയറുന്നതിന്റെ ഇവിടെയാണ്, ഇതിന്റെ മുകളിലാണ് വരേണ്ടത്. ഇല്ലില്ല, സ്കൈവിയിൽ പോവാ. സ്കൈവീലിൽ കയറിയാൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നതെന്നാണ് കേട്ടോ ഇവിടെ കാണിച്ചേക്കുന്നത്. എയർപോർട്ട്, കൊച്ചിൻ റിഫൈനറി, ഫാക്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, സിവിൽ സ്റ്റേഷൻ, സ്മാർട്ട് സിറ്റി പ്രൊജക്ട്, HMT കളമശ്ശേരി. ഇത്ര സ്ഥലം ഇതിനകത്ത് നോക്കിയാൽ കാണാം. അങ്ങനെ കുറെ എണ്ണത്തിന് ശേഷം ഇസക്കുട്ടി യുവക്കുട്ടിയും കയറാവുന്ന ഒരു റൈഡ് കിട്ടിയിട്ടുണ്ട്. അതെ അതെ, ആകാശത്തൊട്ടില്. മറ്റു റൈഡൊന്നും ഇവർക്ക് കയറാൻ പറ്റുമായിരുന്നു. പിടിച്ചിരുന്നു ഇതില്. അതെ, ഇതിനകത്ത് വേറെ ആരും ഇല്ലേ, നമ്മൾ മാത്രമേ ഉള്ളോ? നമുക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ആകാശത്തൊട്ടിലാണ്. നമുക്ക് നോക്കാലോ, നമ്മളെ താഴെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കോ കേട്ടോ. ചുറ്റി കയറിയ കാർ എങ്ങനെയായിരുന്നു പോയത്? എന്നിട്ട് മേടിച്ചു പോയോ? ആണോ? ഗുഡ് ഡ്രൈവർ ആയിരുന്നു. ചുട്ടിക്ക് അത് വലിയ കാര്യല്ലേ. ചുട്ടിക്ക് പലതിലും കേറത്തില്ല. ഇവിടെ ആ റോളർ കോസ്റ്റർ വലിയ കേട്ടോ. അതിന്റെ മുകളിൽ കയറാൻ ഇവർക്ക് ആർക്കും ധൈര്യമില്ല. അതുകൊണ്ട് നമ്മൾ കേറുന്നില്ല. എനിക്കും ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ കേറുന്നില്ല. നമ്മള് വെള്ളത്തിൽ കയറണം, അതുകൊണ്ടാ. അല്ല, ഇവക്കൂടി പേടിയില്ല കേട്ടോ. ഇതാ കേറാൻ പറ്റുമോ അച്ഛാ? ഇങ്ങനെ ഈ തൂണ് പോലത്തെ പേലിലേക്ക് പോന്നേ. ഇല്ലടാ ഇല്ലടാ, അതേ കേറാടാ നമുക്ക്. ഇത് ട്വിസ്റ്റർ എന്ന് പറയുന്ന റൈഡാണ്. ഇവിടെ കാരണമെങ്കിൽ മിനിമം 40 കിലോഗ്രാം വെയിറ്റ് വേണം. അല്ല, എല്ലാവർക്കും 40 കിലോഗ്രാം വെയിറ്റ് മിനിമം വേണം. മാക്സിമം 100 കിലോഗ്രാം ഇതിനകത്ത് കയറണമെങ്കിൽ. അപ്പച്ചി ഇവിടെ കയറാൻ നിൽക്കുന്നുണ്ട്. അപ്പച്ചി
അപ്പച്ചി ദാണ്ട റൈഡ് കഴിഞ്ഞ് നനഞ്ഞു കുളിച്ച് വരുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 2 പേർക്ക് കയറാൻ പറ്റും. പക്ഷേ മിനിമം 40 വേണം വെയിറ്റ്, 40 കിലോഗ്രാം വെയിറ്റ്, മാക്സിമം 90 കിലോഗ്രാം. അങ്ങനെയാണ് ഇതിനകത്ത്. കോർനെറ്റോ ഇവിടെയും പപ്പച്ചി ഏതാങ്കൂട്ടിനും കൂടെ കയറാൻ നിൽക്കുന്നുണ്ട്. നമ്മൾ ഫൺ ഗ്ലൈഡിലേക്ക് പോവാണ്. അവിടെ യുവക്കുട്ടിക്കും കയറാൻ പറ്റും. യുവക്കുട്ടിക്ക് ഒന്നിലും കയറാൻ പറ്റാത്തതുകൊണ്ട് സങ്കടം വന്നുപോയി, കരച്ചില. അപ്പം നോക്കുമ്പോഴാണ് ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് കണ്ടത്. എന്നാൽ പിന്നെ യുവക്കുട്ടി ഇതിനകത്ത് കയറ്റാന്ന് ഓർത്തു. കുഞ്ഞിന് ഇതിനകത്തും കയറാൻ പറ്റൂല. ഇതിലൊരു 40 കിലോഗ്രാം ഉള്ള പിള്ളേർക്ക് ഇഷ്ടംപോലെ റൈഡുണ്ട്. അത് താഴോട്ടുള്ള പിള്ളേർക്ക് കയറാൻ കുറച്ച് കുറവാണ്. അപ്പനും മക്കളും റെഡി ആയിട്ടിരിക്കുന്നു ഫൺ ഗ്ലൈഡ് കയറാൻ വേണ്ടിയിട്ട്. ഫൺ ഗ്ലൈഡ് കയറാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. പപ്പച്ചി മക്കളും കൂടെ. ചുറ്റും ഒരു തവണ പോയി, അത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വീണ്ടും പോവാണ്. താഴെ എത്തിയേ. വണ്ടർലയുടെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിൽ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റുകളാണ്. പിന്നെ ഇതുമല്ലാതെ വേറെ വേറെ ഏരിയകളിലൊക്കെ ഉണ്ട് നമുക്ക് കഴിക്കാനായിട്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പുറത്തുള്ള ഹോട്ടലുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് റേറ്റ് അധികം ഉണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, എന്തായാലും ഉള്ളിലുള്ള സംഭവങ്ങൾക്ക് റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. ഇപ്പോൾ പാർക്കിനകത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത്. എന്നാലും കഴിക്കാൻ എല്ലാ വെറൈറ്റി ഫുഡും കിട്ടും നമുക്കിവിടെ. കൊള്ളാലോ. കൊള്ളാല്ലേ, നല്ല രസമുണ്ടല്ലേ അത് വരുന്നതാണ്. പൈസയാണ് നല്ല രസമില്ലാത്തത്. ഇത് വരുന്നതാണ് നല്ല രസമാണ്. 6 പീസിന് 100. ചിക്കനല്ലേ 3 പീസ് കേട്ടോ. കാർഡിന് കൊടുക്കും. അല്ല, ഇതിനകത്ത് ചാർജ് ചെയ്തിട്ടുണ്ട് നമ്മള്. അയ്യോ കഴിഞ്ഞോ? താങ്ക് യു. എടുത്തോ. അയ്യോ, മൂക്കിലൊക്കെ പറ്റിയോ കുഞ്ഞുമാവന്? ആയി നല്ല കോലച്ചു ബേബിനെ. മീശ ഉണ്ട് ഇപ്പം. മീശ ഉണ്ടല്ലോ ഇപ്പം. ഒത്തിരി നീന്താനുള്ള അങ്ങനെ വെള്ളമില്ല. പക്ഷേ കുഞ്ഞു പിള്ളേർക്കും കൂടി ഇറങ്ങാൻ പറ്റും. അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ. ഇവിടെ മാത്രമേ ഉള്ളൂ ഇസാക്കുട്ടി ലെവലിലുള്ള വെള്ളം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക കുറേ സമയം കൊണ്ട്. ഏതെങ്കിലും യുവക്കുട്ടി അപ്പുറത്ത് പോയിട്ടുണ്ട് കയറാൻ വേണ്ടിയിട്ട്. അവർക്ക് അവിടെ വലിയ സ്ലൈഡൊക്കെ ഉണ്ട്. വണ്ടർലയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് പുറമേ നിന്നുള്ള ഫുഡൊന്നും ഇതിനകത്തേക്ക് അലൗഡ് അല്ല. ഇതിനകത്ത് കയറി നമ്മൾ കഴിക്കണം.
അപ്പം നമ്മൾ കഴിച്ചത് വാലി വ്യൂ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. അവിടുന്ന് ഫ്രൈഡ് റൈസാണ് നമ്മൾ കഴിച്ചത്. ഫ്രൈഡ് റൈസും ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കൂട്ടി കഴിച്ചു. 310 റുപ്പീസാണ് അതിന്. ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒരേ വിലയാണ്, 310 രൂപ. നമ്മൾ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. പക്ഷേ 310 രൂപയാണെങ്കിൽ അതിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ, ചില്ലി ചിക്കൻ ഉണ്ട്. അത് നമ്മൾ കഴിച്ചു. ചില്ലി ചിക്കനും കൂടെ കൂട്ടിയാണ് കഴിച്ചേ, പിള്ളേർക്ക് കഴിക്കാൻ എളുപ്പത്തിന്. വേറെ ബിരിയാണി കോർണർ അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ, തട്ടുകട അങ്ങനെയൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടോ, ഇത് കണ്ടോ എൻ്റെ കയ്യിൽ ഈ വാച്ച് പോലെ ഇരിക്കുന്നേ, ഇത് വാച്ചല്ല, ഇത് കയറുന്ന സമയത്ത് അവർ നമുക്ക് തരുന്നതാണ്. ഇതിലാണ് നമ്മളെ ലോക്കർ, നമുക്ക് കയറുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ലോക്കറിൻ്റെ നമ്പർ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമുക്ക് പൈസ ഇതിനകത്ത് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ വാട്ടർ തീം പാർക്ക് ആയതുകൊണ്ട് നമ്മൾ പേഴ്സും വാലറ്റൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. നമ്മളുടെ സാധനങ്ങളൊക്കെ അവിടെ ലോക്കറിൽ വെക്കുകയും ചെയ്യാം. നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റിലും സ്ഥലങ്ങളിലെല്ലാം കയറുകയും ചെയ്യാം. അവിടെയൊക്കെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് സന്ദർഭങ്ങളിൽ, പേയ്മെൻറ്റ് കൊടുക്കേണ്ട സന്ദർഭത്തിൽ ഈ സാധനം അവിടെ സ്വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനമുണ്ട്, അതിന് മേലെ വെച്ച് കൊടുത്താൽ മതി. അപ്പം അതിൽ നിന്ന് പൈസ കട്ടായിക്കോളും. എന്നിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാൻ സമയത്ത് ഇത് തിരികെ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് ബാലൻസ് എമൗണ്ട് തരുന്നതായിരിക്കും. ഏതങ്ങോട്ടാ നീ വന്നേ, നോക്കി ഒരേ ഫേസ് കട്ടല്ലേ ഏതങ്ങോട്ടിൻ്റെയും ഇതുമായിട്ട് സെയിം അല്ലേ? ആണോ? നോക്കട്ടെ, കാണിച്ചേ. സെയിം ആണല്ലോ. സെയിമാ? ആണോ? എന്റെ മോനാ ഇവക്കുട്ടി, കണ്ടോ? പോവാം. എങ്ങനെയുണ്ടായിരുന്നു വണ്ടർല? നല്ല രസം, ഫണ്ണായിരുന്നോ? വെള്ളത്തിലത്തെ റൈഡ്. വെള്ളത്തിലെ റൈഡോ? നിനക്ക് ഇഷ്ടപ്പെടാത്ത റൈഡ് പറഞ്ഞു തരണം. എയർ റേസ് നമ്മൾ എന്നോട് ഒരുമിച്ചല്ലേ ഇരുന്നേ? മോളിപ്പോട്ട് തലകുത്തി നിന്ന് ഓർമ്മയുണ്ടോ? ആ എയർ റേസും മാവറിക്കും റോളർ കോസ്റ്ററും സ്പേസ് കണ്ടും. ആണോ? മറ്റേ എയർപ്ലെയിൻ പോലത്തെ ഒരു സാധനത്തിന് മുകളിൽ കയറുന്ന ഓർമ്മയുണ്ടോ? അത് കയറി കഴിഞ്ഞപ്പോ ഏതൊക്കെ സൗണ്ട് ഒന്നും കേട്ടില്ലായിരുന്നല്ലോ ഇറങ്ങുന്നോണ്ട് വരെ. പ്രാർത്ഥിക്കുമായിരുന്നോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫാമിലി സ്ലൈഡാ. അതിലെന്നെ കയറ്റില്ലോ നീ? അത് കാരണം കേറാത്തോണ്ട്. നിങ്ങളല്ലേ പോയത് അതില്? ഞങ്ങളോട് ഞങ്ങളെ ചോദിച്ചില്ലായിരുന്നോ? ഇതെല്ലാവരും ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ 120 to 140 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള പിള്ളേർ വിത്ത് പേരൻസിന്റെ കൂടെ കുറെ റൈഡിൽ കയറാൻ പറ്റും. പിന്നെ 120 സെന്റിമീറ്റർ താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റൂല. അതുകൊണ്ട് 120 സെന്റിമീറ്ററിന് മേലെയുള്ള കുട്ടികളെ കൊണ്ട് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിപ്പോൾ വണ്ടർ സ്പ്ലാഷ് എന്ന് പറഞ്ഞതിൻ്റെയാണ്, മിക്കതിലും ഇത് തന്നെയാണ് റൂള്. ഏകദേശം ഇത്രയും ഹൈറ്റ് ഉള്ള 120 സെന്റിമീറ്ററിന് മേലെയുള്ള പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫൺ റൈഡ് ആയിരിക്കും ഇതിനകത്ത് അല്ലേ? അടിപൊളിയാണ്. ചെറിയ കുട്ടികളെ കൊണ്ട് വന്നാൽ വലിയ കാര്യമില്ല. അല്ലെങ്കിൽ ഇതേപോലത്തെ കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ചിലതിൽ എത്തുമ്പം അയ്യോ എനിക്ക് കയറാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു. ആ കുട്ടി അതേപോലെ സങ്കടം വരും പിള്ളേർക്ക്. ചിലതിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഒരാൾ ഇതിലൊന്നും കയറാൻ പറ്റാതെ എടുക്കോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞിത്. ഇതുണ്ട്, ഇവിടെ പലതിലും ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇതിന് മേലെ ഹൈറ്റ് ഉള്ളവർക്ക് മാത്രമേ കുറേ റൈഡിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഏതൻകുട്ടൻ ഇതിന് മേലെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുറേ റൈഡിൽ കയറാൻ പറ്റി. ഇവക്കുട്ടിക്ക് ഇസക്കുട്ടിക്ക് ഇത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറേ റൈഡിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഏജിലുള്ള കുട്ടികൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അധികം റൈഡിലൊന്നും കയറാനുള്ള അവസരങ്ങളില്ല. അതുകൊണ്ട് കുറേ സമയത്ത് നോക്കി നിൽക്കേണ്ടി വന്നു. പിന്നെ ചിലതിൽ 40 കിലോഗ്രാം വെയിറ്റ് വേണം മിനിമം. ഞാൻ 40 കിലോഗ്രാം. അതുകൊണ്ട് ഏതൻകുട്ടൻ കറക്റ്റ് 40 ആയപ്പോൾ ഏതൻകുട്ടന് പല റൈഡിലും കയറാൻ പറ്റി. ഇവ കുട്ടിക്ക് അതും പറ്റിയില്ല. മിനിമം 40 ആൻഡ് മാക്സിമം 100. ഏകദേശം സമയം കഴിയാനായി. നമുക്ക് പോയിട്ട് ഈ വാച്ചൊക്കെ തിരിച്ചു കൊടുത്ത് നമ്മളുടെ ബാലൻസും വാങ്ങി ഇനിയിപ്പോൾ പോയേക്കാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാം കുഞ്ഞുമണി. ഇനി ഏകദേശം ഇതിൻ്റെ സമയം കഴിയാൻ പോകാൻ തോന്നുന്നു. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലായിടും ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയായി കേട്ടോ.
ആണോ? കൊറേ റൈഡിലൊക്കെ കയറി. ഷൂട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? ആണോ? ഗുഡ് ആയിരുന്നു. കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു ചൂട്ടിക്ക്. കുട്ടിക്കോ ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു അഡ്വഞ്ചറും ഫണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. സ്പേസ് ഗൺ, റോളർ കോസ്റ്റർ, എയർ റേസ്, പിന്നെ മാവറിക്സ് എന്ന് പറഞ്ഞൊക്കെ റൈഡിൽ വേറെ ലെവലിലുള്ള ആൾക്കാർക്ക് കേറാം. ആ വേറെ ലെവലിലുള്ള ആൾക്കാരെ കൂട്ടത്തില് ഏതെങ്കൂട്ടിനും പെട്ടല്ലോ, ഏതെങ്കൂട്ടിനും കേറിയല്ലോ. കയറണ്ട, മാവറിക്സ് ഇങ്ങനെ തല കുത്തി മറച്ചു വെച്ചേക്കുക. ഏതെങ്കൂട്ടിനും എല്ലാത്തിലും കേറി. അത് കാരണം അതൊക്കെ മനസ്സിലായല്ലേ. ഇനി കേറുന്നില്ല ഏതെങ്കൂട്ടൻ. ഒരു പ്രാവശ്യം കേറിപ്പോയല്ലോ. കൊള്ളായിരുന്നു പക്ഷേ അല്ലേ ഏതുട്ടാ? അടിപൊളിയല്ലായിരുന്നോ? അങ്ങനെ നമ്മൾ വണ്ടർലാൻഡ് അകത്തുനിന്ന് പുറത്തിറങ്ങി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ക്രിസ്മസിൻ്റെ ടൈം വരാൻ പോകുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, മിക്ക സ്ഥലത്തും റെഡും വൈറ്റും ഉള്ള ലൈറ്റുകളാണ് കാണുന്നത്. അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അതിൻ്റെ അപ്പുറം ഒരു ഷോപ്പിന് ഫുള്ള് റെഡും വൈറ്റും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഗ്രീനും ഇതല്ലേ, റെഡ് വൈറ്റ് ഗ്രീന് യെല്ലോ ഉണ്ട്. പിന്നെ എൻ്റെ പുറകിൽ 31 ഡിസംബറിന് ഇവിടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ജാസി ഗിഫ്റ്റും DJ ക്രിസ്പി അങ്ങനെ വരുന്നുണ്ട്. പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു വലിയ ക്രിസ്മസ് അപ്പൂപ്പൻ നിൽക്കുന്നു. എൻ്റെ ബാക്കിലൊരു ക്രിസ്മസ് അപ്പൂപ്പനെ കാണുന്നുണ്ടോ? രസമുണ്ടല്ലേ, ഭയങ്കര വലുതാക്കി വെച്ചേക്കുന്നേ. ഇനി ഇവിടുന്ന് ബസ്സുണ്ട് കേട്ടോ എറണാകുളം സൈഡിലേക്കൊക്കെ. അതുകൊണ്ട് നമ്മളത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും. ഇവിടെ വരുന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് സൗകര്യമായല്ലേ, ഇവിടുന്ന് അങ്ങ് കയറിയാൽ മതിയല്ലോ. അല്ലാതെ ഇവർ വണ്ടർലാൻഡ് തന്നെ ബസ് നമ്മുടെ റോഡിലേക്ക് താഴേക്ക് കൊണ്ടുപോകുന്ന പിക്കപ്പും ഡ്രോപ്പ് ഓഫും ഇവിടെ ഉണ്ട്. മോർണിംഗിൽ നമ്മൾ അങ്ങനെയാണ് വന്നത്. ഇനി പക്ഷേ എറണാകുളം സൈഡിലേക്ക് പോകുന്ന ബസ് ഇവിടേക്ക് വരുന്ന പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ കൃത്യം ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പറഞ്ഞ് അങ്ങോട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അടിപൊളിയായിരുന്നു. ഒരു ദിവസം വന്ന് എല്ലാവരും വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ്.